നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഹമ്മദ് നബിയുടെ 1490 ജന്മദിനം തീരദേശത്തിന്റെ വിവിധയിടങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നാട്ടിക ഫയർ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ദേശീയപാത 17 മതിലകം പുന്നയ്ക്ക് ബസാറിൽ ബസ്സിടിച്ച് അധ്യാപിക മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുഹമ്മദ് നബിയുടെ 1490 ജന്മദിനം തീരദേശത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് മൗലീദ് പാരായണം, മക്കാം സിയാറത്ത്, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. ചന്ദ്രാപ്പിനി CV സെന്റർ നൂറുൽ ഹുദ മദ്രസയിൽ കമ്മിറ്റി പ്രസിഡന്റ് CA മുഹമ്മദ് പതാക ഉയർത്തി. അഷ്റഫ് സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അക്രമത്തിലും അരാജകത്വത്തിലും അന്ധതയിലും അന്ധകാരത്തിലും ആടിക്കപ്പെടുത്ത 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയിൽ അജ്ഞതയിൽ നിന്ന് അറിവിന്റെ വെള്ളി വെളിച്ചത്തിലേക്കും അന്ധവിശ്വാസത്തിൽ നിന്ന് അഗ്നിയാരാമത്തിലേക്കും ആനയിച്ച ആദ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1490 ജന്മദിനത്തിന്റെ ഭാഗമായി മദീനയിലെ അലുവത്തെരുവ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് AM മുഹമ്മദ് അലി പതാക ഉയർത്തി. TK സിദ്ദിഖ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. MV സുലൈമാൻ ബുഖാരി നബിദിന സന്ദേശം നൽകി. ചന്ദ്രാപ്പിനി ചിറക്കൽ മമ്പൗൽ ഉലൂം മദ്രസയിൽ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് PK കമാൽ പതാക ഉയർത്തി. കുഞ്ഞു മുഹമ്മദ് സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ മഹല്ല് ഖത്തീബ് C മുഹമ്മദ് ഫൈസി പതാക ഉയർത്തി. KP അബൂബക്കർ സഅദി മക്കാം സിയാറത്തിന് നേതൃത്വം നൽകി. ഹാഫിദ് ഖാലിദ് ബാക്കവി ഉദ്ഘാടനം ചെയ്തു. KM അബ്ദുറഹിമാൻ, PK യൂസഫ് ഹാജി, TA യൂസഫ് ഹാജി എന്നിവരും സംസാരിച്ചു. കൂരിക്കുഴി 18 മുറി ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രസിഡന്റ് TK ഉബൈദ് പതാക ഉയർത്തി. വലപ്പാട് പുത്തൻപള്ളി ബാബുൽ ഉലൂം മദ്രസയിൽ നബിദിനാഘോഷവും റാലിയും സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ പതാക ഉയർത്തി.
ചടങ്ങുകൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകി. തുടർന്ന് നടന്ന നബിദിന റാലിക്ക് മഹല്ല് പ്രസിഡന്റ് സത്താർ ചിറക്കുഴി, വൈസ് പ്രസിഡന്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവരും നേതൃത്വം നൽകി. തുടർന്ന് മഹല്ലിലെ എല്ലാ വീടുകളിലേക്കും ഭക്ഷണ വിതരണവും നടത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 1490 കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രവും സ്വാസ്ഥ്യ ആയുർവേദാശ്രമവും സംയുക്തമായി മുരിയാംതോട് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു. വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രസിഡന്റ് NS പ്രജീഷ്, സെക്രട്ടറി അശ്വിൻ സുജിന്ത്, പ്രദീപ് മുതിരപ്പറമ്പിൽ, ഡോക്ടർ ഷാദിയ, ബിജോയ് പാണാട്ട്, ഷബി മേത്തിൽ, വിഷ്ണുപ്രസാദ്, മിഥുൻ, നിഖിൽ, നിതിൻ, ശ്രീനാഥ് എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം സിറാജുൽ ഹുദ മദ്രസയിലും നബിദിനാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ മഹല്ല് പ്രസിഡന്റ് കമാലുദ്ദീൻ പതാക ഉയർത്തി. തുടർന്ന് നബിദിന ഘോഷയാത്രയും ഉണ്ടായിരുന്നു. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ചളിങ്ങാട് യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ അരി വിതരണം നടത്തി. ചളിങ്ങാട് മഹലിലെ മുദരിസ് ഹാഫിൽ ഖാലിദ് ബാക്കവി ഉദ്ഘാടനം ചെയ്തു. ഇനിയും ആ ഒരു സന്തോഷത്തിന്റെ ആധിക്യത്തിന്റെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിന്ന് ഉറവ പൊട്ടുന്ന പരിപാടികളുടെ തുടക്കം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സാധു സംരക്ഷണ പദ്ധതി, അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം എന്ന നിലക്കാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തീർച്ചയായും സ്തുത്യർഹമായ വളരെ സന്തോഷമുള്ള ഒരു പരിപാടിയാണ് പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ചളിങ്ങാട് ആമിന മസ്ജിദ് ഉസ്താദ് അഹമ്മദ് നൌഫൽ റഹ്മാനി മുഖ്യ പ്രഭാഷണം നടത്തി. സിറാജ് കറപ്പം വീട്ടിൽ കാസിം മുറത്തറ, ഹുസൈൻ KS എന്നിവർ നേതൃത്വം നൽകി. 200ഓളം കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത്. നാട്ടിക ഫയർ സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. രാവിലെ നടന്ന ചടങ്ങിൽ CN ജയദേവൻ MP ഫയർ സ്റ്റേഷന്റെ ഔദ്യോഗിക നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ചും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഫയർ സ്റ്റേഷൻ, അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നമ്മൾ ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഇവിടെ ഷീല പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനും ഔട്ട് പോസ്റ്റിനേക്കാളൊക്കെ കൂടുതൽ ആവശ്യം ഫയർ സ്റ്റേഷനാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. പെരിങ്ങോട്ടുകരയിലെ ഔട്ട് പോസ്റ്റിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാനിത് സൂചിപ്പിച്ചിരുന്നു. പോലീസ് സ്റ്റേഷൻ ഒരു പ്രദേശത്ത് കൂടുതലുണ്ടാവുക എന്നുള്ളത് ഒരു വികസനത്തിൻ്റെ വലിയ ലക്ഷണമൊന്നുമല്ല. കാരണം നിയമസമാധാന പാലനത്തിന് കൂടുതൽ നിയമപാലകർ വേണ്ടി വരുന്നു എന്നുള്ളത് പൊതുവായ സാംസ്കാരിക വളർച്ചയുടെ ലക്ഷണമല്ല. കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നവർക്ക് സൗജന്യമായി കുടിവെള്ളം എത്തിച്ച് നൽകുന്ന CP സാലിഹിനെ CN ജയദേവൻ MP ആദരിച്ചു. ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ സുബിൻ, ET ടൈസൺ മാസ്റ്റർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, വലപ്പാട് നാട്ടിക, തളിക്കുളം ഏങ്ങേടിയൂർ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK തോമസ്, P വിനു, KK രജനി, KV അശോകൻ, ബൈന പ്രദീപ്, PWD ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TP ബെന്നി, സേവ്യൻ പള്ളത്ത്, UK ഗോപാലൻ, ജയരാജൻ തമ്പി, KM ജയദേവൻ തുടങ്ങിയവരും സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി തൃപ്പയാർ സെന്ററിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 100ഓളം NSS വളണ്ടിയർമാരും ലയൺസ് ക്ലബിലെ സന്നദ്ധ പ്രവർത്തകരുമാണ് നേതൃത്വം നൽകിയത്. ഗീതാ ഗോപി MLA ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി NM സുരേഷ്, ഡോക്ടർ VK സതീഷ് ബാബു, KK ജയശങ്കർ, IK11 PS ശാലിനി, വാർഡംഗം ബിന്ദു പ്രദീപ് എന്നിവരും സംസാരിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി മാപ്പിള കലാ അവതരണവും ക്ലാസും സംഘടിപ്പിച്ചു.
ബുധനാഴ്ച വൈകിട്ട് നടന്ന പരിപാടിയിൽ ഗീതാ ഗോപി MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മാപ്പിള കലകളെക്കുറിച്ച് ജിഹാസ് വലപ്പാട് ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ KH സാജൻ, PTA പ്രസിഡന്റ് KB ഹംസ, അജിത് കിഷോർ, MK മോഹനൻ, തമ്പി പൂതം വീട്ടിൽ, പ്രോഗ്രാം ഓഫീസർ രവിചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞനം RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര സർവേ റിപ്പോർട്ട് തയ്യാറാക്കി. അടുത്ത 5 വർഷത്തേക്കുള്ള സമഗ്ര പുരോഗതിക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനായാണ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജനോപകാരപ്രദമായ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് സൂക്ഷ്മതലത്തിലുള്ള അന്വേഷണവും പഠനവും ആവശ്യമായതിന്റെ വെളിച്ചത്തിലാണ് പഞ്ചായത്ത് ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വിവരങ്ങളും പൗരന്മാർക്ക് വിരൽ തുമ്പിൽ കിട്ടുന്നതിനുള്ള അവസരം ലഭ്യമാക്കുന്നതിനായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന് മാത്രമായി സ്വന്തം സോഫ്റ്റ്വെയർ തയ്യാറാക്കുമെന്നും പ്രസിഡന്റ് KK സച്ചിത്ത് അറിയിച്ചു. ഇത് സംബന്ധിച്ച് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സായിദ മുത്തുകോയത്തങ്ങൾ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങൾ, NSS കോർഡിനേറ്റർമാരായ ബിജോയ് വർഗീസ്, പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള.